അപ്പൊ നമ്മുടെ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ ഇതിനു മുമ്പേ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അത് തന്നെ ആ പോയിന്റ് തന്നെയാണ് ഒന്ന് ചുരുക്കി പറയുന്നത്. അത് തന്നെയാണ് ഈ കോണിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് അതിനൊരു കോണിക്സിന് ഒരു ഷേപ്പ് ഉണ്ട്, ഓവറോൾ ഒരു ഷേപ്പ് ഉണ്ട്. സ്പേസിൽ അത് ഇത്രയും ഇടം എടുക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പിന്നെ ജോമെട്രിക് ഫോംസ് ലൈക്ക് ദ പാരബോല ആൻഡ് എലിപ്സും മറ്റേതും ഒക്കെ പിന്നെ ഉൾക്കൊള്ളാൻ പറ്റും. എന്നിട്ട് ഇത് വേരിയസ് ആംഗിൾസ് അതൊക്കെ പറ്റും. ജോമെട്രിക് ഫോംസ് പറയുന്നതുകൊണ്ടാണ് നമ്മൾ സബ്സിക്വന്റ്ലി ജോമെട്രി പറയുന്നത് കൊണ്ട്, സ്പേസും ജോമെട്രി പറയുന്നത് കൊണ്ടാണ് we restricted to its geometric forms. Points, and it can be even, they said it can involve curves, shapes or lines. And ഈ തരം ജോമെട്രി മിക്കവാറും ആസ്ട്രോണമി ആൻഡ് കോസ്മോളജിയിൽ ആപ്ലിക്കേഷൻ ഉള്ളതാണ്. കാരണം ഔട്ടർ സ്പേസ് ഉള്ള ലൈറ്റ് സ്പീഡിന്റെ ലൈറ്റിൽ ചലനം, അപ്പോൾ ആ റിലേറ്റിവിറ്റി തിയറിക്കൊക്കെ ആപ്ലിക്കബിൾ ആവുമല്ലോ അവിടെ. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റും ഒക്കെ അവിടെ വരും. അപ്പോൾ ആസ്ട്രോളജിയും കോസ്മോളജിയിലും ഒക്കെ ഈ കേർവ്ഡ് സ്പേസ് ഉണ്ട് എന്നൊക്കെ വരുമ്പം അപ്പോഴാണ് ഈ കേർവ്സിൻ്റെ ഒക്കെ പ്രാധാന്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന പോയിന്റ് ഒരു മോഡൽ, പല മോഡൽ നമുക്ക് വേറെ ഇപ്പം പല ആസ്ട്രോയിഡ്സ് ആയാലും പിന്നെ പക്ഷെ ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ബേസിക്കലി ഈ ഒരു സർക്കുലർ ഷേപ്പ് ഇപ്പൊ നമുക്കറിയാവുന്ന പ്ലാനറ്റ്സിന്റെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ബേസിക്കലി ഒരു സർക്കിൾ, ഇപ്പൊ രണ്ട് കോൺസ് വന്ന് ചേർന്നാൽ അതിന്റെ രണ്ടുകൂടി ചേർന്ന് വരുന്ന ഭാഗം സർക്കിളാണ്. സർക്കിളിൽ നിന്നാണ് പിന്നെ പറയുന്ന കംപ്ലീറ്റ് ഷേപ്സ് അതിലേക്ക് വരുന്നത്. ഇപ്പം അതിന്റെ തന്നെ ഇപ്പം നമുക്ക് ശരിക്കും ഈ നമ്മൾ പറഞ്ഞിരുന്ന ടെട്രാഹൈഡ്രൻ ആണെങ്കിലും ഇപ്പൊ ഈ കോണിക്സിൽ നമ്മൾ കൊടുക്കുന്ന പല ഇതും ശരിക്കും അതിന്റെ ആ ഒരു ട്രയാങ്കിളിന്റെ ഒരു പല ഇതും ആംഗിൾസ് ഫോം ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും അതെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം ഷേപ്സ് എനിക്ക് തോന്നുന്നു അല്ലേ, ഇറ്റ് ഹാസ് വെരി ബിഗ് റോൾ. അത് പിന്നെ എന്റെ മനസ്സിലേക്ക് എത്രമാത്രം ഈ പറയുന്ന നമ്മള് ഈ കളേഴ്സിന്റെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ക്രോമാറ്റിക് അക്രോമാറ്റിക് കളേഴ്സ്. അപ്പൊ നമ്മൾ സ്പേസിൽ നമ്മൾ പോകുമ്പോ തന്നെ നമുക്ക് ഈ പറയുന്ന ബ്ലാക്ക് ഹോൾസ്, അപ്പം അത് ശരിക്കും എന്ന് പറയുന്നത് ഫുൾ ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് എല്ലാ കളേഴ്സിനെയും കംപ്ലീറ്റ് അബ്സോർവ് ചെയ്ത് കംപ്ലീറ്റ് ആവാഹിക്കുന്ന ഒരു ശക്തി വിശേഷം. എന്നാൽ അതേപോലെ തന്നെ സണ്ണിനെ കണക്കിങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ആ വൈറ്റ് സ്റ്റാർസ്, വൈറ്റ് എനർജീസും ഉണ്ട്. In the intermediate level, we have different colors. ഇപ്പം നമ്മള് അത് ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പം ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ആ ടോക്ക് ഇങ്ങനെ ഞാൻ പിന്നെ ഐ വാസ് ലിസണിങ് ടു ഇറ്റ്. അപ്പൊ ഐ വാസ് ആസ്കിങ് അമ്മ why Natarajaguru is talking about all these different colors and what is its relation with absolute. അപ്പം അങ്ങനെ ഞാൻ അത് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഓറാസിനെ കുറിച്ചുള്ള ചിന്തകൾ വന്നത്. അപ്പം ഓറാസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഉള്ളിലുള്ള ഓരോ ചക്രയ്ക്കും വേരിയസ് ഓറോസ് ഹാസ് ബീൻ ഗിവൺ അല്ലേ. അപ്പം അതിൻ്റെ അകത്ത് ഇപ്പം നമ്മളിപ്പോ ഓറാസ് തന്നെ നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ ഇപ്പം ഫ്രം ദ ഈ ആദ്യം നമുക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ജസ്റ്റ് റിസർച്ച് ചെയ്ത് നോക്കിയപ്പം ശരിക്കും ആ ഒരു റെഡ് വരുന്നുണ്ട്. റെഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഏറ്റവും മൂലാധാരത്തിലുള്ള അല്ലെങ്കിൽ ഈതറിക് ബോഡി അതിലുള്ള ഇതാ. അപ്പൊ ശരിക്കും എന്ന് വെച്ചാൽ ബോഡി ആ ബേസിക് ഇൻസ്റ്റിങ്സിൽ നിൽക്കുന്ന ഒരു ലെവലാണ്. അതെ അതെ. അപ്പൊ അത് ബേസിക് ഇൻസ്റ്റിങ്ക്റ്റില് മാത്രമാണ്, ഒട്ടും നമ്മളെ മുകളിലേക്ക് നമ്മൾ പോകുന്നില്ല സബ്ജക്ട് അതിലേക്ക്. അപ്പൊ എന്നാൽ
ഏറ്റവും ഈ കോസൽ ബോഡി അല്ലെങ്കിൽ ഫൈനൽ ആയിട്ടുള്ള ഇപ്പൊ വൈറ്റ് ആണ് ശരി ഫൈനലായിട്ട് വരുന്നത്. അതിന് തൊട്ട് മുമ്പ് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കോസൽ ബോഡി ലെവലില് നമുക്ക് വരുന്നുണ്ട്. കോസൽ ബോഡി എന്ന് നമുക്ക് അവിടെ പറയാം, അല്ലെങ്കിൽ ക്രൗൺ ചക്ര എന്നൊക്കെ ഇവര് പറയുമല്ലോ. അപ്പം അവിടെ സഹസ്രാരം എന്ന് പറയാൻ പറ്റുമെങ്കിൽ അവിടെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു വയലറ്റ് കളറാണ് വരുന്നത്. അപ്പൊ ഇന്റർമിറ്റന്റ് ഫേസ് ഇപ്പം ഹാർട്ട് ചക്രയ്ക്ക് ആണെങ്കിൽ ദേ ഹാവ് ഗിവൺ എ ഗ്രീൻ കളർ ടു ദാറ്റ്. പിന്നെ വി ഹാവ് ബ്ലൂ കളർ. ഇപ്പൊ നമ്മുടെ തേർഡ് ഐ ആജ്ഞാചക്രം അവിടെ വരുമ്പോഴത്തേക്ക് ആ ഒരു സ്പിരിച്വൽ പ്ലെയിനിനെ ഡിനോട്ട് ചെയ്യുന്നതുണ്ട്. പിന്നെ ഇപ്പം ഓരോ ഈ ആസ്ട്രൽ പ്ലെയിൻസിലും നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് ഹാസ് ബീൻ ഗിവൺ. അപ്പം ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മളൊരു അമ്മയ്ക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം നമ്മുടെ ഇവിടെ വെച്ചിട്ട് ഗുരുജിയുടെ അവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു പ്രാവശ്യം നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ ആ ഒരു മിഥിലേഷന്റെ കൂടെ വന്ന ശംഭു ഒരു പ്രാവശ്യം ഫോട്ടോഗ്രാഫ്, നമ്മുടെ ഗൊലുവിന്റെ ഫോട്ടോഗ്രാഫ് എടുത്തത് ഓർമ്മയുണ്ടോ? ശരിക്കും അപ്പോഴ് നമുക്ക് ഈ പറയുന്ന ഡിഫറെന്റ് കളേഴ്സും നമുക്ക് ഡിഫറെന്റ് ഒരു എന്താണ് ഈ സിദ്ധന്മാരുടെയൊക്കെ നമ്മള് പലരും കാണുമ്പോഴത്തേക്ക് ആ ഫിഗർ കാണാം. പല എനർജി ലെവൽസ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും ഇതിന്റെ അകത്തൊരു ഫോട്ടോഗ്രാഫി ഉണ്ട്, റിസർച്ചിങ് ഓൺ ദാറ്റ്. അപ്പം അതിന് എന്താ പറയുന്നത്, ദാറ്റ് ഈസ് കെർലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അപ്പം ആക്ച്വലി കെർലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരൊരു സയന്റിഫിക് രണ്ട് ഇതുണ്ട്. അതിൻ്റെ അകത്ത് അവരിപ്പോ ആക്ച്വലി ഇത് തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു ഇല എടുത്തിട്ട് ആ ഇലയുടെ ആ ഒരു നല്ല ഊർജമുള്ള അല്ലെങ്കിൽ ലൈവായിട്ടിരിക്കുന്നതും പിന്നെ ആസ് കോസ് ഓഫ് ടൈം വെൻ ഇറ്റ് ഇസ് വിതറിങ് അവേ, അപ്പൊ ആ സമയത്ത് വരുന്നത്, അപ്പൊ അതിന്റെ ഒരു അത് ശരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്ട് വെച്ചിട്ടാണ് അവര് ഒരു മെറ്റൽ പ്ലേറ്റില് ആക്ച്വലി ഇവര് ഇലക്ട്രിക് കറണ്ട്സ് പാസ് ചെയ്ത് ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്ത്, അതിന്റെ സയന്റിഫിക് പ്രിൻസിപ്പിൾ ഇതാണ്. അപ്പം ഈ ആറ്റംസിൽ ഈ ഇലക്ട്രോൺസിനെ അവര് ഡെസിമിനേറ്റ് ചെയ്യും. അപ്പൊ അതും ഈ പറയുന്ന എന്തിനാണ് ഫോട്ടോഗ്രാഫി എടുക്കുന്നത് അതിൻ്റെ ആയിട്ടുള്ള മോയ്സ്ചറും അതുമായിട്ട് അയണൈസേഷൻ വന്ന് അതനുസരിച്ചിട്ടാണ് അതിന്റെ ഈ വേരിയസ് ഇമേജസ് കിട്ടുന്നത്. അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് പലതും പറയുന്നുണ്ട്. അതിന് വേറൊരു പേരുന്നു ടീഡിയ ഫോട്ടോഗ്രഫിയോ അങ്ങനെ അതിൻ്റെ അകത്ത് ഒരു പറയുന്നുണ്ട്. ഇറ്റ് ഈസ് സയന്റിഫിക് പ്രിൻസിപ്പിൾ. പക്ഷെ അതിൻ്റെ അകത്ത് വേറെ ഇതിലും അത് പറയുന്നുണ്ട്. അതായത് ഇപ്പം നമ്മുടെ മോയ്സ്ചർ, ഇപ്പം നമുക്ക് ഇപ്പം ബോഡി ഇപ്പം നമ്മൾ ഹീറ്റ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്താണെങ്കിൽ അതേ രീതിയിൽ അപ്പൊ ആ മോയ്സ്ചർ കണ്ടന്റ് കുറവായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് അപ്പൊ അത് ഇറ്റ് ഷോസ് ദ വേരിയസ് ഓറ അറൌണ്ട് ഡിഫറെന്റ് പേഴ്സൺ. അത് ഈവൻ ഇറ്റ് ഇസ് യൂസ് ഫോർ ട്രീറ്റ്മെന്റ്. ഈ ഓറയുടെ ഇതനുസരിച്ച് ഈ പറയുന്നത് നമുക്ക് വേരിയസ് ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈവൻ ടെലിപ്പതി ഹാസ് അറൈസസ് ഔട്ട് ഓഫ് ദിസ് ഓറ കമ്മ്യൂണിക്കേഷൻസ് ആണ് പറയുന്നത്. ഞാൻ ഈ കോണ്ടെക്സ്റ്റിൽ പറയാൻ കാരണം, last time I was asking you why Gurudevan is talking about all this thing. Actually I was asking irritated why. ഈ കളർ മാത്രം, കളർ ഇങ്ങനെ ഉണ്ട്. പിന്നെ നമ്മുടെ റെഡും മറ്റേതും കളേഴ്സ് ഒക്കെ പറഞ്ഞത്, അതായത് ഹ്യൂസ് എന്ന് പറയുന്നത് ഇതിന് സിഗ്നിഫിക്കൻസ് ഈ ചക്ര ലെവലിലും ഇത് എന്താണ് നമ്മുടെ ത്രിഗുണങ്ങൾക്കും അതിനൊക്കെ പല റെഫറൻസസ് ഉണ്ട് കളേഴ്സിന്. പക്ഷെ ഇത് നമ്മുടെ ഈ കാര്യം പറയുമ്പം നമ്മുടെ എന്താണ് സ്ട്രക്ചറൽ മോഡൽ പറയുമ്പം ആ സ്ട്രക്ചറൽ മോഡലില്
പിന്നെ ഇവര് ഈ പെയിന്ററിനെ കൊണ്ടുവന്നിട്ട് പെയിന്റേഴ്സിന് റെപ്രസെന്റ് ചെയ്യാൻ കളേഴ്സിന് എന്തെങ്കിലും ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു ലെറ്റർ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു നമ്മൾ പറയുമ്പോൾ ഫ്രം ദ ബ്ലാക്ക് ടു വൈറ്റ്, അതാണ് ഞാൻ ആ കോണ്ടെക്ച്വലി നമ്മൾ ഈ പറഞ്ഞത്. ഇപ്പം നമ്മൾ കോസ്മിക് ലെവലിൽ എടുക്കുമ്പോൾ നമുക്ക് കോസ്മിക് ബോഡി നമുക്ക് ഉണ്ടാവും. അപ്പൊ ഗ്രേയിന്റെ കളർ പറയുമ്പോ അവിടെയും ഒരു വെർട്ടിക്കലൈസേഷൻ പറയുന്നുണ്ടല്ലോ, ബ്ലാക്ക് ടു വൈറ്റ് പോകുമ്പോൾ. അപ്പൊ ശരിക്കും ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലാണ് ഈ ഗ്രേ കിടക്കുന്നത്. അതെ. അപ്പം ഗ്രേ ശരിക്കും നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മള് ശിവന്റെ ഒരു നിറമാണല്ലോ നമ്മൾ പറഞ്ഞ ഗ്രേ എന്ന് പറയുന്നത്. ഏത് നിറം? ശിവന്റെ ഒരു ഇതാണല്ലോ ഭസ്മ നിറമാണല്ലോ അതിന്റെ ഇത് വരുന്നത്. അപ്പം നമ്മുടെ ഈവൻ ഭൗതിക ആത്മീയ അല്ലെങ്കിൽ ഒരു ഈ ദൈവസങ്കല്പങ്ങളിൽ എടുത്താൽ പോലും അതിന് റെലവൻസ് ഉണ്ട്, ഈശ്വരസങ്കല്പം. അപ്പം ഞാനീ പറയുന്നത് ഈ ബ്ലാക്ക് ആയാലും ഈ പറയുന്ന വൈപ്പം ശരിക്കും വൈറ്റിന് ശരി സഹസ്രാര ചക്രം അല്ലെങ്കിൽ അത് വരുന്നത് അവിടെ കളർലെസ് ഒരു പ്ലെയിൻ ആണ്. അതിന്റെ അപ്പുറം അതിന്റെ ചക്രത്തിന്റെ അപ്പുറം നമ്മൾ പോകുന്ന ഒരു അവസ്ഥയിൽ വൈറ്റ് ആണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മള് ഇപ്പൊ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റിന് ഒബ്സർവ് ചെയ്ത് ഒന്നും ഇല്ലാത്താവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ രണ്ട് പ്ലെയിനിൽ ഇപ്പം നമുക്കിപ്പോ ഹേർഡ് അബൌട്ട് ബ്ലാക്ക് മാജിക് ആൻഡ് ഓൾ ദീസ് തിങ്സ്. അപ്പൊ അതിന്റെ ഒരു നെഗറ്റീവ് സങ്കല്പവും അതിൻ്റെ അകത്ത് ഉണ്ട്. ബട്ട് ഈവൻ ബ്ലാക്ക് ഹാസ് ഗീവൻ എ പോസിറ്റീവ് ആസ്പെക്ട് ഇൻ ദി പാസ്റ്റ്. ഓറൽ ഇതിൽ വരുമ്പോഴത്തേക്ക് പലരും ഞാൻ പല രീതിയിൽ ക്വാളിറ്റീസ് ഈ ഓരോ കളറിന് ക്വാളിറ്റീസ് കാണിക്കുന്നുണ്ട്. ബട്ട് ഞാൻ പലരും നോക്കുമ്പോൾ ദേ ഗീവ് എ ഡിഫറെന്റ് ദിസ് തിങ്. ബട്ട് ബ്ലാക്ക് കളർ as such is not denoted. പക്ഷെ ചില എടുത്തിട്ട് ഈ കോസ്മിക് ബോഡിയിൽ ദേ ഹാവ് ഗീവൺ എ ബ്ലാക്ക് കളറിന് ഞാൻ എവിടെയോ നോക്കിയപ്പോൾ ദേ ഈ ബ്ലാക്ക് കളർ അവർ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. somewhere I've seen it. ബ്ലാക്ക് കളർ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ അപ്പൊ ഈ പറയുന്ന വെർട്ടിക്കൽ ആൻഡ് ഇതെന്ന് പറയുന്നത് മോർ ഓൺ ഈ ഹോറിസോണ്ടൽ പ്ലെയിനിൽ ഇഫ് യു ക്യാൻ ഗീവ് ദ വേരിയസ് ഹ്യൂസ് ആൻഡ് ബ്രില്യൻസ് associated with this thing, that is more on the horizontal aspect where the human plane of various levels of the chakras are involved. അപ്പൊ ഇത് അങ്ങനെ ആണെങ്കിലും വേരിയസ് ഹ്യൂസ് ആണെങ്കിലും വേരിയസ് കളേഴ്സ് ആണെങ്കിലും ഇതിനൊക്കെ ഇവരെ സയന്റിസ്റ്റ് സൈഡിൽ നിന്ന് പറയുവാണെങ്കിൽ, ഫിസിസിസ്റ്റിന്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ അവരതിന് ഡിഫറെന്റ് വേവ് ലെൻസ് അങ്ങനെ ആ അടിസ്ഥാനത്തിൽ വേവ് ലെൻസ്, ഡിഫറെന്റ് എനർജി, ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ് അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് അല്ലാതെ തന്നെ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിലും ദീസ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് അതുണ്ടെങ്കിലും അവര് ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, ഒരു ആർട്ടിസ്റ്റിനെ എടുത്താല് ആ ആർട്ടിസ്റ്റ് ഏത് ബേസിസിലായിരിക്കും ഇത് പറയുന്നത്? അവര് പിന്നെ എന്താണ്, അതായത് ഈ സയന്റിസ്റ്റ് പറയുന്ന പോലെ എനർജി ഇങ്ങനാണ്, അല്ലെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് ഇത്രയാണ്, റെഡ് കളറിന്റെ വേവ് ലെങ്ത് ഇത്രയാണ്, അത്രയാണ്, അങ്ങനല്ല. അദ്ദേഹം എങ്ങനെ അത് കണക്കെടുക്കുന്നത്? അദ്ദേഹത്തിന്റെ ആ പാലറ്റില് ഇതെല്ലാം കളർ മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വ്യൂ കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന് അറിയാം ഈ സോ ഇറ്റ് ഈസ് അറ്റ് എ മോർ ദാറ്റ് വെർട്ടിക്കലൈസ്ഡ് ലെവൽ ദാറ്റ് ഹി ഈസ് perceiving colors. അപ്പൊ ആ വെർട്ടിക്കൽ ലൈൻ അതെ. അപ്പൊ അവിടെ ഈ സ്ട്രക്ചറൽ മോഡലില് അങ്ങനെയാണ് പറയണ്ടേ, ഈ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് പറഞ്ഞ നമ്മൾ ആ ഇൻറ്റ്യൂഷന് നമ്മൾ വെർട്ടിക്കൽ ആക്സിസിലാണ് കൊടുത്തിരിക്കുന്നത്. അതന്നെ തീർച്ചയായിട്ടും. ഇപ്പൊ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും വെർട്ടിക്കലൈസ്ഡ് ആയിട്ടുള്ളതാണ് കൂടുതലും, അല്ലെ? വെർട്ടിക്കലൈസ്ഡ് ആയിട്ട് മെറ്റാഫിസിക്കൽ ലെവലിലാണ്. അപ്പൊ ആ ലെവലില് ഇവര് ഈ സയന്റിസ്റ്റ് അവര് ആ ലെവലിൽ നിന്ന് വന്നിട്ട് ഒരു കാര്യം, അപ്പൊ ഈ ഒരു സ്ട്രക്ചറൽ മോഡൽ വിച്ച് ഈസ് ഓൾറെഡി ഇൻ യൂസ് എന്ന ടൈറ്റിൽ കൊടുത്തത് എന്താന്ന് പറഞ്ഞാല് യാഥാർത്ഥ്യം ഇതാണ്, ലോകത്തില് മനുഷ്യര് ഈ പറഞ്ഞ പോലെ പെർസെപ്ഷൻ അറ്റ് ദ സെൻസ് ലെവൽ വിൽ ബി also connected to the internal work. That verticalization also will be occurring. That is the evidence that people will take the color combination without any scientific basis, like this is much energy, this much energy, this wavelength. Innilla allada avane sensory perception ninnum
ആ വെർട്ടിക്കലൈസ് ലെവലിൽ പോയതുകൊണ്ടായിരിക്കും. ഗ്രേ എന്ന് പറഞ്ഞാൽ ഗ്രേയുടെ ഒരു വെർട്ടിക്കലൈസ് ലെവൽ, ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്. അല്ലെങ്കിൽ ഡിഫറെന്റ് ഹ്യൂസ് ആണെങ്കിൽ ഇത് രണ്ടിന്റെ ഇടയ്ക്ക് വൈറ്റ് ലൈറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് മെനി ഓഫ് യൂസ് എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ബ്രില്യൻസോ അതിന്റെ എന്തായാലും അവരാ തലത്തിൽ അവർക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അറ്റ് ദ കോൺഷ്യസ്നെസ് ലെവൽ. അപ്പൊ ഓൾറെഡി ഓപ്പറേറ്റിംഗ്. നമുക്ക് അതാണ് എവിഡൻസ്. ഈ ആർട്ടിസ്റ്റിനെ എടുത്താൽ തന്നെ നമുക്ക് പെയിന്റേഴ്സ്, ആർട്ടിസ്റ്റ്, അവരുടെയൊക്കെ ആ കളർ കോമ്പിനേഷനൊക്കെ അവിടെ എന്താ പറയാ, ഇറ്റ്സ് ഓൾറെഡി എക്സിക്യൂട്ടഡ് ഇൻ റിയൽ ലൈഫ്. യു ക്യാൻ സീ the horizontal part with the qualitative nature of the perception which they get. വൈവിധ്യമുള്ളത്, വ്യത്യാസവും സാമ്യവും എല്ലാം ഉൾപ്പെടുത്തുന്ന ആ വൈവിധ്യം ഹോറിസോണ്ടൽ ആക്സിസിലുള്ളതിന് വെർട്ടിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉള്ളിൽ അവർക്ക് നടക്കുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദെയർ. അപ്പൊ ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും. പക്ഷെ നമ്മൾ പറഞ്ഞതെല്ലാം വളരെ വെരി മച്ച് മെറ്റാഫിസിക്കൽ. ആ ലെവലിൽ വേണം, ആ ലെവലിലൂടെ അതാണ് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യോട് നമുക്കുണ്ടെങ്കിൽ ഈ സയന്റിസ്റ്റിലൂടെ അത് അംഗീകരിക്കാൻ പറഞ്ഞത്. ഈവൻ ഈ പറയുന്ന മെറ്റാഫിസിക്കൽ പ്ലെയിനില് നമ്മള് ഈ കാണുന്ന ഇപ്പം ദീസ് ആർ സയന്റിഫിക്കലി പ്രിൻസിപ്പിൾഡ് ആണ്. ഇപ്പൊ ഞാൻ പറയുന്നത് TBR എന്തോ ഒരു ഫോട്ടോഗ്രാഫി എന്താ പറയുന്നത്, ദീസ് ആർ സയന്റിഫിക്കലി എക്സ്പെരിമെന്റഡ് ആൻഡ് പ്രൂവ്ഡ്. അപ്പം ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ഓൾസോ റിയൽ ടൈം എക്സ്പീരിയൻസ് ഓഫ് ഇതിപ്പോ നമ്മളിപ്പോ പറഞ്ഞു നോക്കിയാൽ തന്നെ നമ്മൾ വെറുതെ ഒന്നും വേണ്ട, ഈവൻ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് നോക്കാതെ തന്നെ നമ്മൾ ഇത് നോക്കുമ്പം നമ്മൾ ശരിക്കും ഒരു പയസ് അല്ലെങ്കിൽ നമ്മളൊരു മെഡിറ്റേറ്റീവ് ഫീൽഡിലുള്ള ഒരാളുടെ മുഖം കാണുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ എന്താ ചൈതന്യം ഒരു മുഖം എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നിപ്പോകും. അപ്പം ആ വരുന്നെന്ന് പറയുന്നപ്പം ഒരു ഓറ നമുക്കത് ഡിഫൈൻ ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇറ്റ് ഈസ് അപ്പറന്റ് ആയിട്ട് തന്നെയാണല്ലോ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഫിസിക്സ് പറയുന്നതാണെങ്കിലും അത് തന്നെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ആ കളർ പെർസെപ്ഷൻ വരുന്നത് ഓരോ വേവ് ലെങ്തിന്റെ അനുസരിച്ചിട്ടാണ്. ഇപ്പൊ റെയിൻബോ കളേഴ്സ് എന്താണ്, ആ പറയുന്ന വേവ് ലെങ്ത് അനുസരിച്ചിട്ട് നമ്മൾ പെർസീവ് ചെയ്യുന്നതാണ്. അത് തന്നെയാണ് ഓറയിൽ നടക്കുന്നത്. അവനില് നടക്കുന്ന ഓരോ എനർജി ലെവൽസിന്റെ ആ വൈബ്രേഷൻസ്, ആൽഫ ബീറ്റ ഗാമ, അത് തന്നെ ഇത് സയന്റിഫിക്കലി എക്സ്പ്ലെയിൻഡ് ആണ് അതിന്റെ വരുന്നത്. അപ്പം ആ വൈബ്രേഷൻസ് അനുസരിച്ച് നമുക്ക് ഇത് വരുന്നു. ഇപ്പൊ ഈ പറയുന്നത് നമ്മൾ ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ലൈറ്റിന്റെ ഇതേ കണക്ക് തന്നെ സൗണ്ട് പെർസെപ്ഷൻസും അത് തന്നെ നമുക്ക് നോട്ട് ഓൺലി ലൈറ്റ്, സൗണ്ട് എടുക്കാം, അങ്ങനെ പല 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 ആസ്പെക്ട്സ് എടുക്കാം. അവിടെ നോട്ട് നെസസറി ഓൺലി ദാറ്റ് ദ സയന്റിഫിക് ബേസിസ് ഷുഡ് ബി ദെയർ ഇൻ ദ പെർസെപ്ഷൻ. അല്ലാതെ അവരെ മറ്റേതാണ് കൂടുതൽ റിലൈ ചെയ്തിട്ട് അവരെ പോകുന്നത്. കളേഴ്സ് കണ്ടു, റെയിൻബോ കളേഴ്സ് കണ്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രമീകരണം കണ്ടു, പക്ഷെ ആ പെർസെപ്ഷൻ മറ്റേ ഒരു ലെവലിലൂടെ നടക്കുന്നുണ്ട് എന്ന്. അത് അപ്പം ആ വെർട്ടിക്കലൈസ്ഡ് ആയിട്ടുള്ളത് ഉണ്ട്. ഒരു ആസ്പെക്ട് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ലൈറ്റ് മാത്രമല്ല, പറഞ്ഞ പോലെ സൗണ്ട്, അങ്ങനെ പല പല മേഖലകൾ ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ അത് കാണുന്നതാണ്. സത്യത്തിൽ പറഞ്ഞു ഇതൊരു മാതൃകയായിട്ട് എടുത്തതേ ഉള്ളെന്ന് തോന്നുന്നു പുള്ളിക്കാരന്. പറയുന്നുണ്ട്, സൗണ്ടിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്, കറക്റ്റ്. അപ്പൊ സൗണ്ടിന്റെയും ക്വാളിറ്റി, അതിന്റെയും പല ഡെസിബിൾസ്, ആ ഡെസിബിൾസിന്റെ കാര്യം പറയുമ്പം ഡെസിബിൾസ് ഒക്കെ ഇത്രയും ഡെസിബിൾസ്. അപ്പൊ ഒരു ഡെസിബിൾ കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടെ എന്താ വരുന്നത്, ഡെസിബിൾസ് ഒന്നും ഇല്ലാത്തൊരു ലെവൽ സൈലൻസ് അല്ലേ. അപ്പൊ അതിലോട്ട് അങ്ങനെ പോകുന്നത്. കൂടുതൽ ഒരു ഇന്റൻസിറ്റിക്ക് അപ്പുറം സൗണ്ട് വരാൻ പാടില്ല, ചെവിക്ക് കേടാണെന്ന് പറയും. അതിനൊരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പം അവിടെയും പല ലെവലിലുള്ള സൗണ്ട്, ഇൻഡസ്ട്രിയൽ കാണും അവിടെ. ഒരു ജസ്റ്റ് ഈ കെർലിയൻ ഫോട്ടോഗ്രാഫിയില് ഇവര് പറയുന്നത് ഗ്യാസ് ഡിസ്ചാർജ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളാണ് അവര് യൂസ് ചെയ്തിരിക്കുന്നത്, GDV. അപ്പം അതിൽ ആക്ച്വലി അതിൻ്റെ അകത്ത് ഇതുണ്ട്, നമുക്ക് വേവ് ലെങ്സ് വരുന്നുണ്ട്, ഡെൻസിറ്റി ഉണ്ട്, കർവച്ചർ ഉണ്ട്, കളറുണ്ട്,
അപ്പൊ ഇതെല്ലാം അനുസരിച്ചിട്ടാണ് ഈ മോശ കണ്ടന്റാണ് മെയിൻലി അത് വരുന്നത്. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന സർഫസിനുള്ള ഈ ഡെൻസിറ്റി, കർവേച്ചേഴ്സ്, കളർ, ലെങ്ത്, മോഡുലേഷൻസ് അതിൻ്റെ അകത്ത് വരുന്നത്, വേവ് ലെങ്ത് വരുന്നത് ഓരോന്നും. പിന്നെ വേവ് സൈഡ്, അതെ 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 കറക്റ്റ്. ജോമെട്രി, അതായത് ഫ്ലക്ച്വേഷൻ ഓഫ് ഫോഴ്സസ് എടുത്ത് നോക്കുമ്പം അത് സ്പേസിലും അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവും, കണക്ഷൻ കാണും. ജോമെട്രിയും സ്പേസുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും. അതാണ് 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 ഇപ്പൊ ഈ പാരാസൈക്കോളജി ഒക്കെ പഠിക്കാനായിട്ട് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ഈ കൊറിയൻ ഫോട്ടോഗ്രാഫി ഇമേജസ് ഒക്കെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ഈ പറയുന്ന 60s-ലും 70s-ലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മെയിലും ജേർണൽസിലൊക്കെ ഇതിന്റെ ഗോഡ്മെന്നെ ഒക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് അവരെ സ്വാമി രാമൻ ബുക്കിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റഡ് അതിൽ ഉള്ള ആ വേരിയസ് ആയിട്ടുള്ള കാരണം ഇപ്പൊ ഇദ്ദേഹം സ്വാമി രാമയുടെ കേസിലായാലും പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ അതെ യോഗാനന്ദ പരമഹംസയുടെ കേസിലായാലും എക്സ്റ്റെൻസീവ്ലി ഇവര് ഈ റിസർച്ച് സ്റ്റഡീസിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടോൺ ലീഫ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് സ്റ്റൊക്കാസ്റ്റിക് ഇലക്ട്രിക് അയനൈസേഷനോ എന്നൊക്കെയാണ് ഇവര് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഒരു സയന്റിഫിക് ബേസിസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അതെ, അത് സയന്റിഫിക് ബേസിസ് തന്നെയാണ്. അവര് സയൻസ് ഉപയോഗിച്ച് മറ്റേ പിന്നെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കൺവിക്ഷൻ വരാതിരിക്കാനാണ് അവരത് ചെയ്തിട്ട് പിന്നെ അത് വിശ്വസിക്കാൻ നോക്കുന്നത്. പക്ഷെ അത് അല്ലാതെയും ഒരു ഇൻഹെറന്റ് ആയിട്ട് ഒന്ന് ഉണ്ട് എന്നുള്ളത് അവരെ ബോധിപ്പിക്കാൻ നമുക്ക് ബർഗ്സന്റെ പോലെ ആളുകൾ വേണ്ടി വരും. അവരത് പറഞ്ഞു റിയലിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന സയന്റിസ്റ്റ് ഈ ഫിലോസഫിക്കൽ ആറ്റിറ്റ്യൂഡ് കുറച്ചുള്ളപ്പോഴാണ് അവർക്ക് ചില കാര്യങ്ങൾ ഒരു പൂർണ്ണത ഉണ്ടാവുന്നതെന്ന് അപ്പോഴേ അവർ അംഗീകരിക്കുകയുള്ളൂ. പക്ഷെ നോട്ട് എവറിബഡി. ഇത് നമ്മൾ നോക്കുമ്പോൾ പാരഡോക്സ് which is what hides the full view of the absolute can thus be structurally analyzed and by this very act made to fall, revealing the fully absolute status represented by the central point of origin at once of both the visible and invisible aspects of the truth. Each one has a third dimension facing opposite way from the point of origin and extending upwards into the world of logos. And downwards to the world of nous. The double world of two dictionaries made up of concepts and their corresponding facets thus fully covered. Colors reveals the character of this third dimension sufficiently. അപ്പം ഈ നൗസ് എന്ന് പറയുന്നതല്ലേ ശരിക്കും നമ്മൾ ആദ്യം ഫ്ലാറ്റോട് പറയുന്നത് അല്ലേ? ഉണ്ടായിരുന്നു. അതെ അതെ. ശരിക്കും അതൊരു മെറ്റഫിസിക്കൽ പ്ലെയിനിലുള്ള സംഭവമാണ് അല്ലേ? അതന്നെ. ഇപ്പൊ അപ്വേർഡ് ലോഗോസും ഡൗൺവേർഡ്സ് ടു ദ പ്ലെയിൻ ഓഫ് നൗസ് എന്ന് പറയാനായിട്ട് ലോഗോസിന്റെ അവിടെ എന്തായിരുന്നു എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് വരുന്നില്ല. ലോഗോസിന്റെ കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. Upward into the world of logos and downward into the world of nous. അപ്പൊ കുറച്ചുകൂടെ ഒരു ഹയർ ലെവൽ നോസ് സംതിങ് ഇക്വലന്റ് ടു ദറ്റ് ഒരു തരം മൈൻഡ് ആണോ എന്ന് എനിക്കൊരു ഇതുണ്ട്. നമുക്ക് അവിടെ നോക്കിയാലേ അത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ലോഗോസ് വിൽ ബി എ ഹയർ ലെവൽ, ഐ തിങ്ക് സോ, ഗോയിങ് ടു ദറ്റ് ഹയർ ലെവൽ വെർട്ടിക്കൽ ആക്സിസിൽ. വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇടയ്ക്ക് നോസിനെ കുറിച്ച് നമ്മൾ എക്സ്റ്റെൻസീവ് ഡിസ്കസ് ചെയ്തിട്ടുള്ള. അതെ. എന്തായാലും
ഈ പോയിന്റ്സ് അപ്പൊ ഇത് ഇന്ന് കവർ ചെയ്യുന്നുണ്ടോ ഇത്? അപ്പൊ നോട്ട്സിന്റെ കാര്യം കഴിഞ്ഞിട്ട് ഓക്കെ, ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ലോഗോസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഈ വെർട്ടിക്കലൈസ്ഡ് പിന്നെ പാരഡോക്സ് എന്ന് പറയുമ്പം ഫുൾ വ്യൂ ഓഫ് ദ ആബ്സല്യൂട്ട് ക്യാൻ ബി സ്ട്രക്ചറലി അനലൈസ്ഡ്. അതാ പറയുന്നത്, നമ്മൾ ഈ വെർട്ടിക്കൽ ആക്സിസിൽ പോകുമ്പം ഈ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ടിന്റെ ലെവലല്ലേ, അതിനകത്ത് ബോത്ത് വിസിബിളും അതായത് ഇൻവിസിബിൾ ആസ്പെക്ട് ഓഫ് ട്രൂത്ത് രണ്ടും വരും. അതായത് പെർസെപ്ഷനും കൺസെപ്ഷനും രണ്ടും വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. പിന്നെ അതിനപ്പുറം പോകുമ്പോഴാണ്, മുകളിലോട്ട് പോകുമ്പം നമുക്ക് വി കം ടു ദ വേൾഡ് ഓഫ് ലോഗോസ് ആൻഡ് നോട്ട്സ് വിൽ ബി മോർ ഓഫ് ദറ്റ് ദറ്റ് മൈൻഡ്, മേ ബി എ സൈലന്റ്, ഒരു മോർ അഡ്വാൻസ് സോർട്ട് ഓഫ് മൈൻഡ് ലൈക്ക് ആ ഒരു സ്ഥലമായിരിക്കും ഉദ്ദേശിക്കുന്നത് നോട്ട്സ്. ദ ഡബിൾ വേൾഡ്. അപ്പൊ അങ്ങനെ ആ കാര്യം പറഞ്ഞിട്ട് പിന്നെ നമ്മള് അതായിരിക്കും ശരിക്കും നമുക്ക് ഈ പറയുന്നത്, ഈ നമ്മള് ആ വെർട്ടിക്കൽ ആക്സിസിൽ നിന്ന് ബ്ലാക്കിൽ നിന്ന് നമ്മള് ഗ്രേയിലേക്ക് പോയി നമ്മൾ അപ്പർ ലോഗോസിലേക്ക് നമ്മൾ പോകാം, വൈറ്റിലേക്ക് പോകുന്നു. പറയുന്ന ബ്ലാക്കിന്റെ ആ ഒരു കോൺസെപ്റ്റ് ഇപ്പം ഈ മൈൻഡിന്റെ തന്നെ വേരിയസ് മാനിഫെസ്റ്റേഷൻ ആണല്ലോ. ഇപ്പൊ ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മൈൻഡിന്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം, അല്ലേ? നോസ് എന്ന് പറയുന്നത് ആ മൈൻഡ് ലെവലിന് അപ്പുറം, ലോഗോസ് എന്ന് പറയുന്നത് മൈൻഡ് ലെവലിന് അപ്പുറം പോകുന്നു. എന്നാൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു അബ്സല്യൂട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പ്യൂർലി ഒരു മെറ്റാഫിസിക്കൽ ഇതിൽ പോകാതെ, ദാറ്റ്സ് വാട്ട് ഈസ് ഓൾവേസ് ട്രൈയിങ് ടു ഗെറ്റ് ഇൻ ബിറ്റ്വീൻ, അല്ലേ? അപ്പൊ ചിലപ്പം നോസ് എന്തായാലും സയന്റിസ്റ്റ് നോസിന്റെ ലെവലിൽ നിൽക്കും എന്തായാലും. അപ്പൊ പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് ഉയർന്ന ആ ഒരു തലത്തിലോട്ട് പോകുന്നുകൊണ്ടായിരിക്കും ഇവർ അംഗീകരിക്കത്തില്ലായിരിക്കും. മേ ബി ദേ വിൽ നോട്ട് അക്നോളജ്. എന്നിട്ട് അവര് സ്റ്റോൺസ് എന്താണെന്ന് പറയും, റിയലിസ്റ്റ് ആണെന്നൊക്കെ പറയും. പക്ഷെ ഈവൻ ദേ വുഡ് നോട്ട് സംടൈംസ് നോ ദാറ്റ് ദേ ആർ ഫോളിംഗ് ബാക്ക് ഓൺ ദ ഇന്റേണൽ മൂവ്മെന്റ് ആൻഡ് ഡ്രോയിങ് ഫ്രോം ഇറ്റ്. അത് നമുക്ക് പിന്നെ ദാറ്റ്സ് വൈ ദിസ് നോട്ട്സും മറ്റേതും ഒക്കെ പറയുന്നത്. പ്ലെയിനിൽ വരാൻ വേറൊരു ആസ്പെക്ട് നമുക്ക് ഈ കളർ ഡീവിയേഷന് തന്നെ നമ്മളിപ്പം ഈ പറഞ്ഞ ഇപ്പൊ കെർലിയൻ ഫോട്ടോഗ്രാഫി പറഞ്ഞപ്പോ തന്നെ ഇൻ കോഴ്സ് ഓഫ് ടൈം ഈ ഫിലിം ഫോട്ടോഗ്രാഫിക്ക് തന്നെ ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ടു ഹാവ് ലിമിറ്റേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ആ ലീഫ് എടുക്കുക കഴിയുമ്പോൾ തന്നെ a particular portion of this leaf is torn apart and you take a photograph of it, then you find that on the torn portion of the leaf you find a presence, or abstract presence avada namukku kaanam of the torn portion. Upon then it said that when they try to clean that portion of this thing moisture part, whatever is left, that they wiped it off and get it clean and take another picture of it. Then that detonation or denotation of that torn portion would not be depicted in that photograph when it is taken again. And what they are trying to say is that, see, this whatever abstract photographs that you have got there, depicting the color of this thing and all this thing has arisen out of the moisture content there. ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്, ഈ പറഞ്ഞ റെയിൻബോ കളേഴ്സ് എന്ന് പറയുന്നത് ആ മോയ്സ്ചർ പ്രസൻസ് കൊണ്ടാണ് വരുന്നത്. So this was in science, they say that it is because of this thing that you find this ionization process വരുന്നു. ആ മോയ്സ്ചർ ഇപ്പൊ നമ്മള വെറ്റ് ഹാൻഡ്സ് ആണ് വരുമ്പോഴത്തേക്ക് അതനുസരിച്ചാണ് മോയ്സ്ചർ കണ്ടന്റ് കൂടുതൽ ഉണ്ടെങ്കിൽ, അപ്പം that need not necessarily, ഇപ്പൊ ഒരു പേഴ്സൺ സ്വെറ്റിംഗ് എടുത്ത സമയത്ത് അത് എടുക്കുമ്പോഴത്തേക്ക് that need not correctly depict that energy level involved there. അപ്പൊ അത് വേരിയേഷൻസ് അത് വരാം. അപ്പൊ എത്രമാത്രം അത് കറക്റ്റ് ആണ് എന്നുള്ള ഒരു സയന്റിഫിക് ഇതിലേക്ക് പറയുമ്പോൾ തന്നെ, അങ്ങനെ നമ്മൾ പറഞ്ഞാൽ തന്നെ ആ ഒരു ഇന്റേണൽ ഓറ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്ന സ്ഥായിയായിട്ടുള്ള സംഭവത്തിന്
നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റാത്തത് ഈ പറയുന്ന സയന്റിഫിക് ഇൻവെൻഷന്റെ കുറവ് കേടുണ്ടാകും. അതിൽ ടു വാട്ട് എക്സ്റ്റെന്റ് ഇറ്റ് ഇസ് ഏബിൾ ടു ദിസ് തിങ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഇമേജിംഗ് ടെക്നിക്സ് നമ്മൾ മുമ്പേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് ഡെപ്ത് ഉള്ള നോളജ് ഉള്ളവർക്ക് അത് പറയാൻ പറ്റും. എങ്കിൽ തന്നെ ഇപ്പം ഇതുണ്ടല്ലോ MRI സ്കാനിങ്ങും മറ്റ് ഇതെല്ലാം. അപ്പൊ അത് ഇപ്പൊ നമ്മൾ ഇതിന്റെ സൗണ്ടിന്റെ മോഡുലേഷൻസിന്റെ വേരിയസ് എഫക്ട്സ് ആണ്. ഇപ്പൊ തന്നെ നമ്മൾ തെറാപ്യൂട്ടിക് ആയിട്ട് നമുക്ക് വേരിയസ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മെഡിക്കൽ സയൻസിൽ തന്നെ നമുക്ക് പറയുന്ന ഇപ്പൊ ലിവർ ഫംഗ്ഷനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഡിസോർഡേഴ്സ് ശരിക്കും ഈ ഇമേജിംഗ് ടെക്നിക്ക് അനുസരിച്ച് ദേ ആർ ഏബിൾ ടു ഐഡന്റിഫൈ ഇറ്റ്. നല്ലൊരു അപ്പൊ അത് വെച്ചിട്ട് ദേ ആർ മേക്കിംഗ് ഇറ്റ് ട്രീറ്റ്മെന്റ് പർപ്പസിലേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുവാണ്. അപ്പം ശരിക്കും ഇപ്പൊ ഈ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ ക്യാൻസറിന്റെ ശരിക്കും നമുക്ക് ആ ഇമേജിംഗ് അനുസരിച്ചിട്ട് ആ കാരണം ക്യാൻസർ സെൽസ് ഒരാളുണ്ടെങ്കിൽ അത് അതിന്റെ അകത്ത് അതിന്റെ മെറ്റബോളിക് ഫങ്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോഴത്തേക്ക് അതിന്റെ ഇമേജസ് അതിൻ്റെ അകത്ത് വരുന്നത് വേരി ചെയ്യും. അപ്പം അത് വെച്ച് അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഈവൻ ട്രീറ്റ്മെന്റ് കൂടുതൽ അറിയാമെങ്കിൽ പറയാൻ പറ്റും. അപ്പം ഇതാണ് വി ആർ ട്രൈങ് ടു സേ ഹിയർ. ആ അബ്സല്യൂട്ട് എന്ന് പറയുന്നത് വെൻ ദീസ് ടെക്നിക്സ് ഇവിടെ ഉള്ളപ്പോ തന്നെ നമ്മള് ഈ അന്ന് നമ്മളെ ഗുരുജിയുടെ അവിടെ നമ്മൾ ആ പെർസീവ് ചെയ്തത് ആ ഒരു പയ്യൻ ജസ്റ്റ് ഒരു മൊബൈൽ ഫോൺ എടുത്ത ഒരു ഇതാണ്. ആ എടുത്തതില് നമുക്ക് ശരിക്കും ഞാൻ അന്ന് കണ്ടത് സിദ്ധരൂപങ്ങൾ. അപ്പം ഞാൻ ശരിക്കും അന്ന് പ്രഭാകര സിദ്ധസ്വാമികളുടെ രൂപം I have never seen his image before, but I was seeing his image very clear. എനിക്ക് ആ ഒരു രൂപം ഈശയും ഇതൊക്കെ, പക്ഷെ എനിക്ക് ആളെ ഞാൻ അതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു രൂപം ഞാൻ ഫോട്ടോഗ്രാഫ് പോലും കണ്ടിട്ടില്ല. ദെൻ ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇത് എവിടെയാണ്. പിന്നെ ഞാൻ ദിസ് ഇസ് ദ പർട്ടിക്കുലർ ദിസ് തിങ്, ആ യോഗിയുടെ രൂപമാണ്. എനിക്ക് അത് തെളിഞ്ഞു കാണാൻ പറ്റില്ല. പലർക്കും അവർ പല ഇമേജസ് കാണാൻ പറ്റി. അപ്പം അവിടെ ആ ഒരു പ്രസൻസ്, ആ ഒരു എന്താണ് ആ മെറ്റാഫിസിക്കൽ പ്ലെയിനില് അവിടെ പറയുന്ന ഇത്രയും ഒരു ഡിവൈൻ ആയിട്ട് ഫംഗ്ഷൻ. ഇപ്പൊ ഗുരുജിയുടെ അവിടെ നടക്കുന്ന ആ ഗുലുസ് 10 ദിവസമുള്ള ഒരു വൈബ്രേഷനിൽ ഈ പറയുന്ന ഈ രൂപങ്ങള് അവിടെ വരുവാണ്. അതിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് കളർ മോഡുലേഷനാണ് നമ്മൾ ആ കാണുന്നത് ആ ഫോട്ടോഗ്രാഫില്. അപ്പോൾ ഇതിനെ നമുക്ക് തിരസ്കരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ഇത് ലൈവ് എത്ര പേർക്ക് വിഷയം ഇത് നമുക്ക് സയന്റിഫിക്കലി ട്രെയിൻഡ് ആണ്. വി ആർ ഓൾ പ്രൊഫഷണൽസ്. ബട്ട് ദിസ് ഇസ് വാട്ട് വി ഹാവ് സീൻ ത്രൂ അവർ നേക്കഡ് ഐസ് ആൻഡ് വി ഹാവ് എക്സ്പീരിയൻസ്ഡ് ദാറ്റ്. അപ്പൊ അതെങ്ങനെ ഡിനൈ ചെയ്യാൻ പറ്റും? Denying cannot be done, definitely. ഇതാണ് ആ പറയുന്ന റിസർച്ചിൽ മാത്രം നിൽക്കുകയാണ്. കൺസെപ്റ്റ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ദാറ്റ് കാനോട്ട് ബി ഡിനൈഡ്. അപ്പൊ ഈ പ്രെസെപ്റ്റ്സും കൺസെപ്റ്റ്സും അല്ലെങ്കിൽ നൗസും ലോഗോസും ഹാസ് ടു കം ഓവർ. ആൻഡ് ഈ ആക്സിയോമാറ്റിക് ദിസ് തിങ് ഓൾസോ and the so-called from you were talking about the certain principles in mathematics, alle in the previous speech. Yes. Crosser effect circle we are talking about. See, already it is in use. That is, this model is already in use in nature. adana ivukku point out cheyna author. It it's already in please continue. ഈ സ്ട്രക്ചറൽ മോഡൽ is already it's in use. the absolute ലെവൽ ഉള്ളതാണ്. അതിന്റെ ഒരു പോയിന്റ് ആണ് ഇപ്പം വരുന്നത്. തുടക്കത്തിലൊക്കെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പതുക്കെ ഗ്രാജുവൽ ആയിട്ട് making it very evident in the what to say human activities at a different level. This is operating എന്ന ഉള്ള ഒരു ഇതാണ് കൊടുക്കുന്നത് ഇവിടെ. ഈ പോയിന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ഈവൻ ഇഫ് ഇറ്റ് ഇസ് കളർ, ബട്ട് സൗണ്ടിനെ കുറിച്ച് അത്ര ഇല്ലെങ്കിലും കളറിനെ കുറിച്ച് വളരെ വളരെ എക്സ്റ്റെൻസീവ്. സൗണ്ട് ഓൾസോ വിൽ ഹാവ് ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ്.
Om എന്ന് പറയുന്നു. Definitely that will also have a lot of if you analyze it from that point of view, then it will be you can do your own research work in that field about sound, on what level, what would be on the horizontal axis, what would be the qualitative data that you get over there, and then when you verticalize it, qualitative terms കഴിഞ്ഞിട്ട് പിന്നെ abstract qualitative terms ന്ന് പോയിട്ട് പിന്നെ കുറച്ചുകൂടി ക്വാളിറ്റേറ്റീവ് ലിബറലൈസേഷൻ കൂടെ ഉണ്ടായിട്ട് മുന്നോട്ട് പിന്നെ പോകുകയാണെങ്കിൽ വെർട്ടിക്കലൈസേഷൻ നടക്കുമ്പം അതിനെ സംബന്ധിച്ച് അപ്പൊ അതും വേണമെങ്കിൽ ആ ഒരു ലെവലിൽ ഒരു സൈഡായിട്ട് വേണമെങ്കിൽ ഒന്ന് റിസർച്ച് ചെയ്യുന്നതും. കാരണം സൗണ്ടിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ലൈറ്റ് ജസ്റ്റ് ലൈക്ക് ലൈറ്റ്, sound also and energy also, all of them have this connection with cosmology and in astronomy everywhere. അപ്പോൾ അങ്ങനെ ബേസിക്കലി അപ്പോൾ ഇന്നത്തെ പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ ശരജിനെ ഡിസ്കസ് ചെയ്യാൻ? അദ്ദേഹം കോട്ടേക്കുന്നുള്ളൂ. When this will be partially adopted both the Sanskrit Amarkosha and Roget's Thesaurus. Interesting note that Shvetashvatara Upanishad. We also find a similar reference to some resembling. അല്ലേ? ശ്വേത ഉപനിഷത്ത്. ശ്വേത എന്ന് പറഞ്ഞാൽ വെള്ളയല്ലേ? Okay. Find the reference of following the 7 colors solid. The one who himself without color, by the manifold application of his power, Shakti Yoga, distributes many colors in his hidden purpose, and in whom its ending and to whom its end and its beginning. The whole world the souls. He is God. May he endow us with a clear intellect. അപ്പം എന്താണ് ഈ പറയുന്ന ശക്തിയുടെ സ്വരണങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും അതിൽ തന്നെയാണ്. പൂർണ്ണമായിട്ട് അത് അബ്സോർവ് ചെയ്ത് പോകുന്നതും അതിൽ തന്നെ. ഇതിന്റെ ഇടയ്ക്ക് ഈ മാനിഫെസ്റ്റേഷൻ ഓഫ് മായയുടെ മായയാണല്ലോ ഈ പറയുന്ന നിറങ്ങളുടെ ലോകം, പൂരണങ്ങൾ വന്നു. പക്ഷെ ഈ യഥാർത്ഥത്തിൽ ഇതില്ല. വെളുപ്പും അത് തന്നെയാണ്. അതെ, അത് അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ളതാണ് ഈ കളർ സോളിഡ് മോഡ്. അത്രേ ഉള്ളൂ അത് വരുന്നു. അപ്പൊ ഇടയ്ക്ക് അവിടെ ഈ കളറിന്റെ ഇടയ്ക്ക് if you are able to be in that gray part, വലിയ പ്രശ്നമില്ലാതെ പോവാം. ഇല്ലാതെ പോകാം. അതൊന്നും നമുക്കും പറയാൻ പറ്റില്ല എന്താ സംഭവിക്കുന്നത്. ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്, അതാണ്. അല്ല അങ്ങനെ ഒരു ഇത് വരുന്നില്ല. കാരണം തുടക്കോ ഒടുക്കോ എല്ലാം ഒന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിന്റെ നടുവേ മാനേജർ ഇങ്ങനെ പോകുന്നുണ്ട്. അതെ. അപ്പോ അതാണ് കളർ സോളിഡ് എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ എൻഡിവിയറിനകത്ത് ഉണ്ടാവുന്ന ആ ഒരു വേരിയേഷൻ മാത്രമേ. ഈ പറയുന്ന ആബ്സല്യൂട്ട് സ്റ്റാറ്റസ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും അവയർനെസ് ആണ്. അതെ. Definitely consciousness and awareness, definitely. ശരിക്കും ബോധം എന്ന് പറയുന്നത് ബോധമാണ് ശരിക്കും ഇവിടെ അദ്ദേഹം പറയുന്ന ആബ്സല്യൂട്ട് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ സ്ഥായിയായിട്ട് തുടക്കോ ഒടുക്കോ എല്ലാം ഒന്നിൽ തന്നെയാണ്. അല്ലാതെ ഇതിനകത്ത് ഈ പറയുന്ന പല നിറങ്ങളുടെയും ഉണ്ട്. പക്ഷെ ഈ അറിഞ്ഞ ആ ബോധത്തോടെ നീ ജീവിക്കുന്നതാണ് ആബ്സല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മള് ബ്രെയിനിന്റെ ഗ്രേ മാറ്റർ എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ബ്രെയിനിന്റെ ഗ്രേ മാറ്റർ ശരിയാ. മേ ബി ആയിരിക്കും. അതിന്റെ അത് ചേച്ചിയോട് ചോദിച്ചു, കളറേഷൻ അങ്ങനെ ഗ്രേ ആണോ? ഞാനൊരു തലച്ചോറ് കണ്ടിട്ടുണ്ട് വണ്ടിക്ക് കിടക്കുന്നത്, വെള്ളയാ ഞാൻ കണ്ടത്. അവിടെ ഗ്രേ മാറ്റർ എങ്ങനെയാണെന്ന് ഗോഡ് നോസ്. ദാറ്റ് വാസ് വൈറ്റ് ഓൾസോ ഗ്രേ മാറ്റർ. അതിന് എന്തും കൊണ്ട് ആ ഗ്രേ മാറ്റർ നമ്മൾ നോക്കണ്ടേ? അത് വൈറ്റ് ഗ്രേ മാറ്റർ.
ചിലപ്പോ അത് ആ ലെവലിൽ എത്താനായിരിക്കും, ആ ഒരു വല്ലതും കാണുമായിരിക്കും. അല്ല നമ്മൾ പറയുന്നത് ഞാൻ ഓരോന്ന് നോക്കുമ്പോൾ ഇതിന്റെ അകത്തൊരു ഹിഡൻ ഒരു മീനിങ് ഉണ്ട്. ഇദ്ദേഹത്തെ ആദ്യം വന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ് ഡിസ്കഷൻ ടോട്ടലി ഇറിറ്റേറ്റ്. എന്തിനാണ് ഈ കളറിന് അബ്സല്യൂട്ട് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ പിന്നെ ഞാൻ അത് ആ സ്പീച്ച് ഒന്നുകൂടി കേട്ടു. Then it dawned upon me. There is this thing. അപ്പൊ ഈ പറയുന്ന സബ്റ്റിൽ മീനിങ് ഒക്കെ ഈ പറയുന്ന ഓരോ ടോപ്പിക്കിലും അതിൻ്റെതായ ഡീപ്പ് മീനിങ്. നമുക്കത് അതല്ലേ പറഞ്ഞില്ല, അന്ധത മൂലം കാണാൻ കഴിയുന്നില്ല. അത് കണ്ണ് തുറക്കാതെ ലാസ്റ്റിൽ വരുമ്പോഴാണ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഈ വേരിയേഷൻസ് ഇൻ ദീസ് കളേഴ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ് അത് ഈ കളർ സോളിഡ് എന്ന് പറഞ്ഞ ഒരു മോഡൽ പറഞ്ഞില്ല, ആ കളർ സോളിഡ് എന്ന് പറഞ്ഞ മോഡൽ അതാ ഹ്യൂമൻ ഇൻഡിവിജ്വലിന്റെ തന്നെ വൈവിധ്യമാർന്ന ആ ഒരു level that represents that only. But then ultimately we have to go to that verticalized light പോകുമ്പം നോസും നിന്ന് പിന്നെ കുറച്ചുകൂടെ ഹയർ ലെവൽ 0 പോയിട്ട് പിന്നെ ലോഗോസിലോട്ട് പോകേണ്ടത് അത് തന്നെയാണ്. അതാ ആദ്യം അദ്ദേഹം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടു നോസ് ആൻഡ് ലോഗോസ്. അപ്പൊ ഇപ്പോഴും ഇവിടെ വരുമ്പോഴും ആ വെർട്ടിക്കലൈസ് മോഷനിൽ ഈ ലെവൽസ് ഉണ്ട്. Color solid is one example of the human endeavor, that is a horizontal axis. അതേ മോഡൽ അതപ്പോൾ it is already present എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം is convincing us that it is there, that structural model is there എന്നുള്ളത്. അപ്പോ ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. And surrender ourselves to the effulgence of the absolute. Love this. Hari Om.